ഹലോ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മകൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ കാനഡയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ മോർണിംഗ് വൈബാണ് ഈ കാണുന്നത്. മോർണിംഗ് ഒന്ന് ഞങ്ങൾ നടക്കാൻ പുറത്തിറങ്ങിയതാണ്. സൂപ്പർ സീൻസാണ്. മെയ് 31-നാണ് ഞങ്ങൾ കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും കാനഡക്ക് പോരുന്നത്. ബന്ധുമിത്രാദികളുടെ സ്നേഹോഷ്മളമായ യാത്രയെപ്പോലെ നവവധൂവരന്മാരായ അമലിൻ്റെയും റിനുവിൻ്റെയും കൂടെയായിരുന്നു യാത്ര. വൈകിട്ട് 6 മണിയോടെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. രാത്രി 9:40-നായിരുന്നു ഫ്ലൈറ്റ്. 3 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്ത് ലോഞ്ചിൽ നിന്ന് ഫുഡും കഴിച്ച് ബോർഡിംഗ്. എത്തിഹാദ് എയർവേസിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. രാത്രി 9:40-ന് അബുദാബിക്ക് 3.5 മണിക്കൂർ യാത്ര. അബുദാബി സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാനുണ്ട് കേട്ടോ, സൂപ്പർ. അബുദാബിയിൽ 2 മണിക്കൂർ ഹോൾട്ട് ഉണ്ടായിരുന്നു. അബുദാബിയിൽ നിന്ന് വെളുപ്പിന് 2:20-നാണ് കാനഡയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അബുദാബിയിലെ സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 3.5 മണിക്കൂർ യാത്ര. അവിടെ നിന്നും ഭൂമിയുടെ മറുവശത്തുള്ള കാനഡയിലേക്ക് 15 മണിക്കൂർ യാത്ര. (6,910 മൈൽ ദൂരെ) 34,000 അടി ഉയരത്തിൽ നോർവീജിയൻ സീക്ക് മുകളിലൂടെ, അറ്റ്ലാന്റിക് ഓഷന് മുകളിലൂടെ, ഡേവിസ് സ്ട്രെയ്റ്റിന് മുകളിലൂടെ 15 മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്ര.
8:15 കാനഡയിലെ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഒത്തിരി വലിപ്പമുള്ള ഈ എയർപോർട്ടിൽ ലിങ്ക് ട്രെയിനുണ്ട്. മുംബൈ എയർപോർട്ടിൽ ഞാൻ ലിങ്ക് ബസ് കണ്ടിട്ടുണ്ട്. ലിങ്ക് ട്രെയിൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലിങ്ക് ട്രെയിൻ കയറി ചാർട്ടർ ബസ് പിക്കപ്പ് ഏരിയയിൽ എത്തി. ഇതാണ് ചാർട്ടർ ബസ് പിക്കപ്പ് ഏരിയ. ഇവിടെ നിന്ന് നമുക്ക് ബസ്സിന് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകാം. നോർത്ത് അമേരിക്കയുടെ വടക്ക് ഭാഗത്തായി ഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് കാനഡ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം. കാനഡയിലെ ഏറ്റവും വലിയ നഗരമാണ് ടൊറൻറ്റോ. ടൊറൻറ്റോയിൽ നിന്നും മകൻ താമസിക്കുന്ന ലണ്ടനിലേക്ക് 190 കിലോമീറ്റർ ദൂരമുണ്ട്. വളരെയധികം ഡെവലപ്ഡായ റോഡുകളും പച്ചപ്പാർന്ന ഭൂപ്രകൃതിയും മനോഹരമായ കാഴ്ചകളും കണ്ട് ഭംഗിയുള്ള നാടിനെ ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര. 7600 കിലോമീറ്ററിലേറെ നീണ്ടുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹൈവേ ഉള്ള രാജ്യമാണ് കാനഡ. കാനഡയുടെ സവിശേഷതകൾ അനവധിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം. ഒരേ ഒരു രാജ്യവുമായി മാത്രം അതിർത്തി പങ്കിടുകയും എന്നാൽ ലോകത്തിലെ ഏറ്റവും നീണ്ട കര അതിർത്തിയുള്ളതുമായ രാജ്യം. സാക്ഷരതയിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തുള്ള 99% ജനങ്ങളും സാക്ഷരരായ രാജ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പതാകയുള്ള രാജ്യം. വലിയ വിസ്തൃതിയുള്ള രാജ്യമായിട്ടും 90% ജനങ്ങളും അതിർത്തിയോട് ചേർന്നുള്ള 160 കിലോമീറ്ററിനുള്ളിൽ ജീവിക്കുന്ന രാജ്യം. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാനഡയ്ക്ക്. പടിഞ്ഞാറ് അമേരിക്കയുടെ ഭാഗമായ അലാസ്കയും തെക്ക് അമേരിക്കയുടെ തന്നെ ഭൂഖണ്ഡ ഭാഗമായ 12 US സ്റ്റേറ്റുകളും കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രവും പടിഞ്ഞാറ് പസഫിക് സമുദ്രവും വടക്ക് ആർട്ടിക് സമുദ്രവുമാണ് കാനഡയുടെ അതിർത്തികൾ. കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. 8891 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ കര അതിർത്തി അമേരിക്കയും കാനഡയുമാണ് പങ്ക് കൊള്ളുന്നത്. ഗ്രാമം അഥവാ കുടിയേറ്റ കേന്ദ്രം എന്ന അർത്ഥം വരുന്ന സെൻറ്റ് ലോറൻസ് ഇറോക്കിയൻ പദമായ കനാറ്റയിൽ നിന്നാണ് കാനഡ എന്നുള്ള പദം ഉത്ഭവിച്ചത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിലെ ജനസംഖ്യയുടെ 50%-ലേറെയും ജനം മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി കുടിയേറിയിട്ടുള്ളവരാണ്. ജനങ്ങളിൽ 56% പേർ ഇംഗ്ലീഷ് മാതൃഭാഷ ആയിട്ടുള്ളവരും 21% ഫ്രഞ്ച് മാതൃഭാഷ ആയിട്ടുള്ളവരുമാണ്. എന്നാൽ കോടതികളിലും പാർലമെൻറ്റുകളിലുമെല്ലാം മറ്റെല്ലാ ഫെഡറൽ സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും തുല്യ പദവിയുണ്ട്. 1867 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നും സ്വതന്ത്രയായ കാനഡ ഇന്നും എലിസബത്ത് രാജ്ഞിയുടെ കീഴിലുള്ള രാജഭരണം നിലനിർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നാൽ രാജ്യത്തിലെ ഭരണ ചുമതലകൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പാർലമെൻറ്റാണ്. 10 പ്രൊവിൻസുകളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് കാനഡയിലുള്ളത്. നിയമസഭയിലെ ഭരണത്തിന് കീഴിലുള്ളതാണ് ഓരോ പ്രൊവിൻസുകളെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉണ്ട്. ഒട്ടാവയാണ് കാനഡയുടെ തലസ്ഥാനം. ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഔദ്യോഗിക ഭാഷകൾ. 3,69,00,000-ഓളമാണ് രാജ്യത്തെ മൊത്തം ജനസംഖ്യ. അതിൽ 67%-ഓളം ക്രിസ്തുമത വിശ്വാസികളും 27% ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ആണ്. കനേഡിയൻ ഡോളറാണ് ഔദ്യോഗിക കറൻസി. പ്രതിശീർഷ വരുമാനത്തിൽ ആഗോളതലത്തിൽ 24-ാം സ്ഥാനവും മാനവ വികസന സൂചികയിൽ 16-ാം സ്ഥാനവും ഉള്ള വികസിത രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. 2.5 ലക്ഷം കിലോമീറ്ററോളം നീളത്തിൽ നീണ്ടുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രതീരമുള്ള രാജ്യമാണ് കാനഡ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള കാനഡയിലാണ് ലോകത്തിലെ മൊത്തം ശുദ്ധജലത്തിൻ്റെ 20% ഉൾക്കൊള്ളുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തടാകങ്ങളായ
ഗ്രേറ്റ് ബിയർ തടാകവും ഗ്രേറ്റ് സ്ലേവ് തടാകവും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല ബീച്ചായ വസാഗ ബീച്ചും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3 ദ്വീപുകളും ലോകം മുഴുവനുമുള്ള വനപ്രദേശത്തിൻ്റെ 10%, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടവും ഉള്ളത് കാനഡയിലാണ്. ഇതൊക്കെ കാനഡയുടെ സവിശേഷതകളാണ്. ഇങ്ങനെ പ്രകൃതി ഒരുക്കിയ ധാരാളം വിസ്മയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആർട്ടിക് മേഖലയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് അതികഠിനമായ മഞ്ഞും തണുപ്പും കാരണം ജനവാസയോഗ്യമല്ലാത്ത ഭൂപ്രദേശങ്ങളാണ് കാനഡയുടെ ഭൂരിഭാഗവും. -63 വരെ താഴ്ന്ന കാലാവസ്ഥ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ജനസംഖ്യയുടെ 90% അമേരിക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന 160 കിലോമീറ്ററിനുള്ളിൽ ഉള്ള പ്രദേശങ്ങളാണ് താമസിക്കുന്നത്. 10% വരുന്ന രാജ്യത്തെ ആദിമ നിവാസികളായ നാഷണൽ പീപ്പിൾ രാജ്യത്തിൻ്റെ പല മേഖലകളിലായി വസിക്കുന്നുണ്ട്. തലസ്ഥാന നഗരമായ ഒട്ടാവ ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ തലസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം വഹിക്കുന്ന നഗരമാണ്. 48 നാഷണൽ പാർക്കുകളുള്ള രാജ്യം കൂടിയാണ് കാനഡ. എന്നാൽ ഇതിൽ പല നാഷണൽ പാർക്കുകളും പല രാജ്യങ്ങളെയുംകാൾ കൂടുതൽ വലിപ്പമുള്ളവയാണ്. ധ്രുവക്കരടികളുടെ രാജ്യം കൂടിയാണ് കാനഡ കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കെ ഇടയ്ക്കിടെ വെട്ടിയൊരുക്കിയ കൃഷിയിടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഷുഗർ കെയിനും മെയ്സും ബീറ്റും റൈസും സോയാബീനും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കനേഡിയൻ പതാകയാണ് ഈ പാറിപ്പറക്കുന്നത് കേട്ടോ. ഏറ്റവും സിമ്പിളായ ദേശീയ പതാകയുള്ള രാജ്യമാണ് കാനഡ.
വൈകിട്ട് 4 മണിയോടെ ബസ്സിന് ലണ്ടൻ ഫാൻഷോ കോളേജിനടുത്ത് ഇറങ്ങി. അവിടെ നിന്നും മകൻ്റെ ഫ്രണ്ട്സാണ് ഞങ്ങളെ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചത്. ഹൈവേ ക്രസൻറ്റ് റോഡിലുള്ള 263 നമ്പർ വീട്ടിലായിരുന്നു താമസം. ഭംഗിയുള്ള തെരുവ്, മനോഹരമായ ഗാർഡനുകൾ, വൃത്തിയും ചിട്ടയുമുള്ള സ്ഥലം. രാത്രി 9 മണിയായപ്പോൾ അവിടെ അടുത്തുള്ള ഫ്രഷ്കോ എന്ന ഗ്രോസറി സ്റ്റോറിൽ പോയി. ശരിക്കും എനിക്ക് അതിശയം തോന്നിയത് അപ്പോഴാണ്. കാരണം ആ 9 മണി സമയത്തും പകൽ പോലെ വെളിച്ചമുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരു ഏരിയ. ഭൂരിഭാഗം വീടുകളും മരം കൊണ്ട് നിർമ്മിച്ചതാണ്. തെരുവോരവും വീടിന് മുന്നിലും ഒക്കെ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രാസ് വെട്ടിയൊരുക്കി നിർത്തേണ്ടത് ഓരോ ഓണറിൻ്റെയും ഡ്യൂട്ടിയാണ്. ഗ്രാസ് അധികം വളർന്നാൽ ഫൈൻ കെട്ടേണ്ടി വരും. ഈ പ്രദേശത്ത് നിൽക്കുന്ന ഒട്ടുമിക്ക വൃക്ഷങ്ങളും മേപ്പിൾ മരങ്ങളാണ്. ഈ മരത്തിൻ്റെ ഇലയാണ് കാനഡയുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ നമ്മൾ കാണുന്നത്. ഇത് രാത്രി 9 മണി സമയമാണ്. ഫ്രഷ്കോ ഗ്രോസറി ഷോപ്പിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഉള്ള പകൽ വെളിച്ചമാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഫ്രഷ്കോ ഗ്രോസറി ഷോപ്പ്. ഇവിടെ നിന്ന് ഗ്രോസറി വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടിയിരുന്നു. തിരിച്ചു വരുന്ന വഴി റീനു വർക്ക് ചെയ്യുന്ന വിക്ടോറിയ ഹോസ്പിറ്റൽ കണ്ടു. കാനഡയിലെ തന്നെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ് വിക്ടോറിയ ഹോസ്പിറ്റൽ. ഒത്തിരി വലിപ്പമുള്ള ഹോസ്പിറ്റൽ. വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും രോഗികളെ ഹെലികോപ്റ്ററിൽ വന്നിറക്കുവാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലാണത്. ഇതെല്ലാം ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. വിക്ടോറിയ ഹോസ്പിറ്റലിൽ റീനു വർക്ക് ചെയ്യുന്ന സെക്ഷൻ ഈ ബിൽഡിങ്ങിലാണ്. ഹോസ്പിറ്റൽ ചുറ്റിക്കറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു. വിശപ്പടക്കാനായി വെൻഡീസിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കാറിലിരുന്ന് ഷോപ്പിന് മുന്നിലെ കമ്പ്യൂട്ടറിൽ ഫുഡ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് നടത്തും. ഷോപ്പിലെത്തുമ്പോഴേക്കും ഫുഡ് പാഴ്സൽ റെഡി. Chicken strips. I'll get the ghost pepper ranch. Yeah. Can you put extra like 2 ghost pepper ranch on the side? Yeah, it comes with 2. Yeah, and I'll get additional like 2 more. 2 or 1? 2 please. Anything else? Yeah, I'll get one more Dave's single. Yeah, that's everything. $44. Yeah. ഇത് കാനഡയിലെ ഞങ്ങളുടെ ആദ്യത്തെ പ്രഭാതം. വളരെ പ്ലസൻ്റായ, വളരെ മനോഹരമായ പ്രഭാതം. ഇനിയുള്ള വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. താങ്ക് യു.